ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം മുൻനിർത്തിക്കൊണ്ട് ജനുവരി 14, 15, 16 തീയതികളിൽ അഗ്രിഫെസ്റ്റ് 2025 എന്ന പേരിൽ കാർഷിക സംഗമം സംഘടിപ്പിക്കുന്നു. വിവിധ സമ്മേളനങ്ങളിലായി കാർഷിക വിദഗ്ധർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരും കർഷക സംഗമത്തിന്റെ ഭാഗമാകും. അഗ്രിഫെസ്റ്റ് 2025ന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി 15-ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിക്കും. മണ്ഡലത്തിലെ കർഷകർ അനുഭവിക്കുന്ന നീറുന്ന വിഷയങ്ങൾ അടുത്തറിയുന്നതിനും അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിനും പുറമെ ഇരിക്കൂറിന്റെ കാർഷിക ചരിത്രത്തിലെ സമഗ്രമായ ഒരു മാർഗരേഖ ഉണ്ടാക്കുക എന്നതും അഗ്രിഫെസ്റ്റ് 2025ന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ജനുവരി 14-ന് എക്സിബിഷനുകളുടെ ഉദ്ഘാടനം രാജ്യസഭാ എം.പി. പി. സന്തോഷ് കുമാർ നിർവഹിക്കും. എം.എൽ.എമാരായ സണ്ണി ജോസഫ്, കെ.വി. സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. രത്നകുമാരി എന്നിവർ വിവിധ സെമിനാറുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ജനുവരി 16-ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കണ്ണൂർ ലോക്സഭാ എം.പി. കെ. സുധാകരന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി പി. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യാതിഥിയാകും. ഇരിക്കൂർ നിയോജകമണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് സജി ജോസഫ് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൻ്റെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം മുൻനിർത്തിക്കൊണ്ട് ജനുവരി 14, 15, 16 തീയതികളിൽ അഗ്രിഫെസ്റ്റ് 2025 എന്ന പേരിൽ ഒരു കാർഷിക സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി 14 മുതൽ 16 വരെ ഈ സംഗമം ആലക്കോട് വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെമ്പാടുമുള്ള കർഷകരും കാർഷിക മേഖലയും വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലെ ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിലെ സ്ഥിതിയും വളരെ അതീവമായ ഗുരുതരമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന മുരടിപ്പ് കൊണ്ട് കൃഷിയെ പ്രധാന വരുമാനമായി ആശ്രയിച്ച് കഴിയുന്ന കർഷകരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ഭാഗത്ത് കാലാവസ്ഥാ വ്യതിയാനം, കാർഷികോൽപാദന ഉപാധികളുടെ വിലവർദ്ധനവ്, വന്യമൃഗശല്യം, തൊഴിലാളികളുടെ ദൗർലഭ്യം, വർദ്ധിച്ച കൂലി, കീടബാധകൾ തുടങ്ങിയ വിഷയങ്ങൾ കൊണ്ട് മൊത്തത്തിൽ വളരെ മെല്ലപ്പോക്കാണ് ഈ രംഗത്ത് ഉള്ളത്. മറുവശത്ത് ദുരിതവും കഷ്ടപ്പാടുകളും സഹിച്ച് പ്രതിസന്ധികൾ അതിജീവിച്ച് കാർഷിക മേഖലയിൽ തുടരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് മതിയായ വില ലഭിക്കാതെ വരുമ്പോൾ കൃഷി ഉപജീവനമായി മാർഗമായി കണ്ടിരിക്കുന്ന കർഷകർക്ക് ജീവിതം മുട്ടിയിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാർഷിക മേഖലയെ സമഗ്രമായും വിദഗ്ധമായും പുനരുജ്ജീവിപ്പിച്ചാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗ്രിഫെസ്റ്റ് 25 എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിച്ചാൽ പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാകും. അതുകൊണ്ട് തന്നെ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിലെ സുപ്രധാനമായ ഒരു ആവശ്യമാണ്. അതിനുള്ള ഒരു എളിയ പരിശ്രമമാണ് നിയോജകമണ്ഡലത്തിൽ ജനുവരി 14, 15, 16 തീയതിയിൽ നടക്കുന്ന അഗ്രിഫെസ്റ്റ്. സംഗമത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിൻ്റെ പരിധിയിൽ 5 വീതം പ്രാതിനിധ്യ സ്വഭാവമുള്ള ഓരോ പഞ്ചായത്തിലും 5 വീതം പ്രാതിനിധ്യ സ്വഭാവമുള്ള കർഷകരെ കണ്ടെത്തി അവരുടെ കൃഷിയിടങ്ങളിൽ കാർഷിക സർവകലാശാല, അതുപോലെ തന്നെ കൃഷി മൃഗ സംരക്ഷണ, മണ്ണ് സംരക്ഷണ, ക്ഷീരവികസന വകുപ്പുകളിലെ വിദഗ്ധർ ഉൾപ്പെടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ, വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തി പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സർക്കാരിനെ അറിയിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കൃഷിയിട സന്ദർശനം ഇന്നലെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഈ സംഘങ്ങളുടെ പഠന റിപ്പോർട്ടുകൾ സംഗമ വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിലും ഗവൺമെന്റിന്റെ മുന്നിലും സമർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സജി ജോസഫ് എം.എൽ.എ, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം.എൻ. പ്രദീപൻ, അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ്. നായർ, സബ് കമ്മിറ്റി ചെയർമാൻമാരായ തോമസ് വൈക്കത്താനം, സാജൻ കെ. ജോസഫ്, വി. എ. റഹീം തുടങ്ങിയവർ പങ്കെടുത്തു.